വെൽക്കം ടു അമീഗോ PSC and GK ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അടിമ വംശത്തിലെ കുത്തബുദ്ദീൻ ഐബക്കാണ്. ഇന്ന് അടുത്ത രാജാവായിട്ടുള്ള ഇൽത്തുമിഷ് ആണ് പറയുന്നത്. അപ്പം ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1211 മുതൽ 1236 വരെയാണ് ഇൽത്തുമിഷ് ഭരിച്ചിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇൽത്തുമിഷ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്. ഇൽത്തുമിഷിന്റെ യഥാർത്ഥ നാമം ഷംസുദ്ദീൻ എന്നാണ്. ഷംസുദ്ദീൻ. അടിമയുടെ അടിമ. അടിമ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക് അല്ലേ? അടിമവംശ സ്ഥാപകനായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്കാണ് അടിമ. ആരുടെ? ഗോരിയുടെ അടിമയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ആ അടിമയുടെ അടിമയാണ് ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പൊ അടിമയുടെ അടിമ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. ബാഗ്ദാദിലെ സുൽത്താൻ ഇൽത്തുമിഷിനെ വിശേഷിപ്പിച്ച പേരാണ് സുൽത്താൻ ഇ അസം എന്ന്. സുൽത്താൻ ഇ അസം എന്നറിയപ്പെടുന്നതും ഇൽത്തുമിഷ് ആണ്. ഖലീഫയുടെ പ്രതിനിധി എന്ന് നാണയങ്ങളിൽ രേഖപ്പെടുത്തിയ ആളും ഇൽത്തുമിഷ് ആണ്. എന്തൊക്കെയാണ്? ഷംസുദ്ദീൻ എന്നത് യഥാർത്ഥ നാമം. അടിമയുടെ അടിമ എന്നുള്ള വിശേഷണമുണ്ട്. സുൽത്താൻ ഇ അസം എന്ന് ബാഗ്ദാദിലെ സുൽത്താൻ വിശേഷിപ്പിച്ചു ഇൽത്തുമിഷിനെ. ഖലീഫയുടെ പ്രതിനിധി എന്ന് നാണയങ്ങളിൽ കേട്ടോ. എവിടെയാണ് ഉദ്ദേശിച്ചത്? നാണയങ്ങളില് ഖലീഫയുടെ പ്രതിനിധി എന്ന് കൊത്തിവെച്ചതും ഇൽത്തുമിഷ് ആണ്. അപ്പൊ എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൽത്തുമിഷ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇൽത്തുമിഷ് കൊണ്ടുവന്ന വെള്ളി നാണയം അറിയപ്പെടുന്ന പേരാണ് തങ്ക. വെള്ളി നാണയം തങ്ക. ചെമ്പ് നാണയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അറിയപ്പെടുന്ന പേരാണ് ജിറ്റാൾ. ചെമ്പ് നാണയം ജിറ്റാൾ. 40 പ്രഭുക്കളുടെ സഭയായിട്ടുള്ള ചാലീസ. ഓർക്കണം, ചാലീസ. 40 പ്രഭുക്കളുടെ സഭയായിട്ടുള്ള ചാലീസ രൂപീകരിച്ചു. കുത്തബ് മിനാറിന്റെ പണി തുടങ്ങി വെച്ചതാരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ പൂർത്തിയാക്കിയതാണ് ആര്? ഇൽത്തുമിഷ്. കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് ആണ്. കുത്തബുദ്ദീൻ ഐബക്ക് ഭരിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോറിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയതാരാണ്? ഇൽത്തുമിഷ് ആണ്. അതുപോലെ തന്നെ മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങൾ കീഴടക്കിയ രാജാവും ഇൽത്തുമിഷ് ആണ്. ഒന്നും കൂടെ പറയാം. വെള്ളി നാണയം ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെള്ളി നാണയത്തിന്റെ പേര് തങ്ക. ചെമ്പ് നാണയത്തിന്റെ പേര് ജിറ്റാൾ. 40 പേരുടെ 40 പ്രഭുക്കളുടെ സഭയായിട്ടുള്ള ചാലീസ. കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കി. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റി. ഇപ്പൊ കാണുന്ന ഡൽഹിയിലേക്ക് തലസ്ഥാനം ആദ്യം മാറ്റിയത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നീ സ്ഥലങ്ങൾ കീഴടക്കിയതും ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പൊ ഇത്രയാണ് ഇൽത്തുമിഷിനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത റാണിയാണ് ആയിട്ടുള്ള റസിയ സുൽത്താനെയാണ് അടുത്തത്. അപ്പോൾ ഈ ഇൽത്തുമിഷ് തന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താനെ പറഞ്ഞു വെച്ചിട്ടാണ് പോണത്. അപ്പൊ ഈ റസിയ സുൽത്താനയുടെ കാര്യങ്ങളും ബാക്കി റസിയ സുൽത്താനയ്ക്ക് ശേഷം വന്ന രാജാക്കന്മാരും ഇനി വരുന്ന വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണുക. ഓരോ വീഡിയോസിലും നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തേക്ക് ബൈ ബൈ.